പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറി ആരോപണത്തിൽ വി കുഞ്ഞികൃഷ്ണനെ തള്ളുകയാണ് പക്ഷേ സിപിഎം സംസ്ഥാന നേതൃത്വവും. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നയാ പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പരസ്യ പ്രസ്താവനയെന്ന് എം വി ജയരാജൻ. പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ നിലപാടെന്നും എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അത് ഉൾപ്പെടെ ചേർന്ന് ഇന്നും നാളെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയും അത് സംബന്ധിച്ച് തീരുമാനിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നോക്കിയിട്ട് ഇടപെടാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഒരു നയാ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ CPIM അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട്, മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കാൻ ചെയ്യും. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടിയില്ല. അത്രയേ ഉള്ളൂ കാര്യം. പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവ വിരുദ്ധമാണ്. രക്തസാക്ഷി ഫണ്ട് പിരിച്ച് ഒരു നയാ പൈസ ദുർവിനിയോഗം ചെയ്തിട്ടില്ല. റഹീസ് റഷീദിലേക്കാണ്. റഹീസ് റഷീദ്, നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം മുന്നോട്ട് വെക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അതിൽ VS അച്യുതാനന്ദന് സമർപ്പിച്ചുകൊണ്ടുള്ള പുസ്തകം അടുത്ത ദിവസം പുറത്തിറങ്ങുമ്പോൾ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ളതാണ്. അതുമാത്രമല്ല, പുറത്തുവരുന്ന പ്രതികരണങ്ങളിലും അദ്ദേഹം ഉയർത്തുന്ന വലിയ വിമർശനങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിക്കെതിരെ എം വി ജയരാജനെതിരെ അടക്കം ഉന്നയിക്കുന്ന വിമർശനങ്ങളും മുന്നിലുണ്ട്. അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവും രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലേ ശ്രുതി, കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെ രണ്ട് തരത്തിലാണ് CPIM പ്രതിരോധിക്കുന്നത്. ഒന്ന്, ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ധൻരാജ് ഫണ്ട് പോലുള്ള രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ പോലും വക വിട്ട് ചിലവഴിക്കാൻ ഒരാളെ കൊണ്ടുമാവില്ല, അങ്ങനെയുള്ള ഒരു പാർട്ടി സംവിധാനമാണ് CPIM-നെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു. ഒപ്പം പാർട്ടിയെ തകർത്ത് പാർട്ടിയെ നന്നാക്കാം എന്നതാണോ ഈ കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പുറത്തെ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജനും ചോദിക്കുന്നു. അതിനൊപ്പം തന്നെ പയ്യന്നൂരിലെ ചില പാർട്ടി സഖാക്കളുടെ പിന്തുണ കുഞ്ഞികൃഷ്ണൻ ഉണ്ട് എന്ന് പാർട്ടി കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണനെ പോലെ മഹാനായ പാർട്ടിയുടെ ഒരു നേതാവിനെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചിട്ടത് ശരിയല്ല എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ CPIM-ന്റെ അണികൾ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിവെച്ച് അദ്ദേഹത്തിനൊപ്പം മാനസികമായെങ്കിലും പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് വൈകാരികമായി കോടിയേരി ബാലകൃഷ്ണന്റെ പേര് കൂടി ഈ വിവാദത്തിലേക്ക് കുഞ്ഞികൃഷ്ണൻ വലിച്ചിടുന്നു. അതെന്തിന് വലിച്ചിടുന്നു? പിണറായി വിജയന്റെ പേര് പറയുന്നു, എം വി ഗോവിന്ദന്റെ പേര് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെ കൂടി താറടിക്കുകയാണ്. പാർട്ടിയെ താറടിക്കുന്നു, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ താറടിക്കുന്നു, മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള നേതാക്കളെയും മോശക്കാരാക്കുന്നു എന്ന ഒരു പ്രചരണം കൂടി നടത്തി ഇതിനെ പ്രതിരോധിക്കുകയാണ് CPIM ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് വിവാദമായിരിക്കുകയാണ്. അതിൽ വി കുഞ്ഞികൃഷ്ണനെ തള്ളിക്കൊണ്ടാണ് CPIM സംസ്ഥാന നേതൃത്വവും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്.